ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷ ഓർമ്മ ഉണ്ടല്ലോ, ഏതാണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അതുപോലെ ഒരു താരായി കഴിഞ്ഞു. അത് ജാതിമത മതിലുകൾ കെട്ടി നിർത്താൻ കഴിയില്ല. ഒരു മതേതര സ്ഥാനാർത്ഥി, വളരെയധികം കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി, എല്ലാ രംഗങ്ങളിലും പൊതുരംഗത്ത് എല്ലാ രംഗങ്ങളിലും ഉള്ള ഒരു സ്ഥാനാർത്ഥി, അല്ലാതെ ഒരു ആളറിയാത്ത ഒരാളെ കൊണ്ട് നിർത്തിയതല്ല പേരാമ്പ്ര. കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന TV ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു ഫിഗറാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ അവർക്ക് പറ്റിയ മണ്ടത്തരം ഇനിയും പഠിച്ചിട്ടില്ല. ഷാഫി പറമ്പിലിന് കിട്ടിയ അതേ വീരപരിവേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ഒരു അങ്കലാപ്പാണ് കാണുന്നത്. ഇനി ഈ കാർഡൊന്ന് ഇറക്കി വെക്കാൻ പറ്റും, അത് അന്ന് തിരിച്ചടിച്ച പോലെ തിരിച്ചടിക്കും. അതെ 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 നിങ്ങൾ തന്നെ വിലയിരുത്തിയല്ലോ. LDFിൻ്റെ സമുന്നതരായ നേതാക്കളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇപ്പോൾ പിടിച്ച് കെട്ടിയിട്ട സ്ഥിതിയിലാണ്. അതിൽപ്പെട്ട ഒരാളാണ് LDFിൻ്റെ കൺവീനർ. എല്ലാ ഡീലും ഉണ്ടാക്കി രക്ഷപ്പെടാവുന്ന ഒരു സ്റ്റേറ്റാണോ കേരളം? കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയില്ലേ? അവിടെ ഒരു ഡീല്, ഇവിടെ ഒരു ഡീല്, BJPൻ്റെ ഒരു ഡീല്, SDP ഒരു ഡീല്, അങ്ങനെ ഡീലുകൾ ഉണ്ടാക്കി രക്ഷപ്പെടാൻ പറ്റുമോ? ഇതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ കഴിവുള്ള ജനങ്ങളല്ലേ കേരളത്തിൽ. അതിനൊക്കെ എതിരായി നല്ല പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ പ്രതികരണം ഉണ്ടായി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതേ പ്രതികരണം ഉണ്ടായി. എന്താ സംശയം? അല്ലോ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ. വടകരയിലെ ഷാഫിയുടെ ഭൂരിപക്ഷം 1,14,506 വോട്ട്. 1,14,506 വോട്ട്. മുഹമ്മദ് റിയാസ്, പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് വടകരയിൽ വന്ന് പ്രസംഗിച്ചത് കോൺഗ്രസിന് UDFന് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അല്ല, ഇന്ത്യയിൽ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അത് രാഹുൽ ഗാന്ധിയാണല്ലോ. ആ രാഹുൽ ഗാന്ധി വടകരയിൽ വന്ന് മത്സരിച്ചാലും ഞങ്ങളുടെ ആഗോള വ്യക്തിത്വമായിട്ടുള്ള ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ കഴിയില്ല. ടീച്ചറെന്നൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ. ആ ടീച്ചർ എന്നുള്ള പദം എനിക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പാലത്തായിലെ ആ 9 വയസ്സുകാരിയാ, ആ 4ാം ക്ലാസ്സുകാരിയെ അല്ലേ. ഈ ശൈലജ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ് മന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ, വനിതാ ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് മന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴാണ് ആ 9 വയസ്സുകാരി ഒരു പരാതി നൽകുന്നത്. ആ പരാതി കണ്ടില്ലെന്ന് വെച്ചു. ആ പരാതി കണ്ട ഭാവം നടിച്ചില്ല KK ശൈലജ. അത് പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. അപ്പോ വടകരയില് രാഹുൽ ഗാന്ധി മത്സരിച്ചാലും തോൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് ആര് പറഞ്ഞത്? മരുമോൻ റിയാസ്. അടിച്ച് മൂലക്കിരുത്തി വടകരയിലെ ജനം. ഞാൻ ഇന്നും എന്നും വടകരയിലെ ജനങ്ങളോട് ഈ ഒരു വിഷയത്തിൽ അവരോട് കടപ്പെട്ടവനായിരിക്കും. കാരണം അത്രമാത്രം ഫ്രോഡാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. ആ ഫ്രോഡിനെ അടിച്ച് മൂലക്കിരുത്തിയ വടകരയിലെ ജനങ്ങളോട് കടപ്പാടുകൾ തീർത്താ തീരില്ല എന്നുള്ളതാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതായിരുന്നു 1,14,506 വോട്ടിൻ്റെ. ഞാൻ ഇപ്പോഴും ഓർക്കുക, ഷാഫി പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയിലേക്കുള്ള യാത്രാ മധ്യേ അദ്ദേഹം വാഹനത്തിലിരുന്നു കൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിട്ടു. ആ വീഡിയോയിൽ ഷാഫി പറഞ്ഞത്, പ്രവാസികളെ സംബോധന ചെയ്തുകൊണ്ടാണ് ഷാഫി രംഗത്തേക്ക് എത്തിയത്. ആ പ്രവാസികളോട് പറഞ്ഞത്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കാണാൻ പോവുകയാണ്, നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ സ്നേഹവും ഇനിയും അങ്ങോട്ട് വേണം, നിങ്ങൾക്ക് പറ്റുന്നവർ സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഷാഫിയുടെ അപേക്ഷ. അതൊരു ചെറിയ വീഡിയോ. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് വടകരയിൽ വന്നിറങ്ങുന്ന ഒരു ഷാഫി ഉണ്ട് മക്കളെ. അതൊരു വല്ലാത്ത വരവായിരുന്നു. ആ വടകരയിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് അതങ്ങോട്ട് മാറി മറിഞ്ഞ ഒരു സെക്കൻഡായിരുന്നു വടകരയുടെ മണ്ണിൽ കാലുകുത്തിയ നിമിഷം. ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ
ആ വന്ന ദിവസം മുതൽ ഷാഫിയെ ഇവർ ഭയന്നു തുടങ്ങി എന്നുള്ളതാ. അങ്ങനെയാണ് KK ലതികയാണല്ലോ ഈ കാഫിർ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. KK ലതിക, ആ KK ലതികയുടെ മക്കളാണ് ഇതുണ്ടാക്കിയത്. DYFIയുടെ ഏറ്റവും ഒടുവിലായിട്ട് അന്വേഷണം അവസാനിപ്പിച്ചത് എങ്ങനെയാ? കണ്ടുപിടിച്ചിട്ടാണോ? അല്ല, ഒരു DYFIയുടെ റിബേഷ് എന്ന് പറയുന്ന ഒരു DYFIക്കാരനെ പോലീസ് പൊക്കി. അവൻ്റെ ഫോണിൽ നിന്ന് ഈ സാധനം കണ്ടെടുത്തു. അവനോട് ഇത് എവിടുന്ന് കിട്ടി, എവിടുന്ന് വന്നു എന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പിന്നെ ചോദിച്ചിട്ടുമില്ല. അങ്ങനെയുണ്ടല്ലോ, നമ്മളൊരു സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കുമോ? പ്രതിയെ കിട്ടി, പ്രതി ഉത്തരം പറയുന്നില്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കുമോ? ഇല്ലല്ലോ, ആ ഉത്തരം പറയിപ്പിക്കുമല്ലോ എങ്ങനെയെങ്കിലും. അതുണ്ടായില്ല. റിബേഷിനെ കിട്ടിയതോടുകൂടി അവസാനിപ്പിച്ചു. റിബേഷ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, റിബേഷ് പറഞ്ഞില്ല എന്ന് ഇവർ പറയുന്നതാ. റിബേഷ് എവിടെ നിന്ന് കിട്ടി, ആരുണ്ടാക്കി എന്നതിൻ്റെ ഡയലോഗ് കറക്റ്റ് കൃത്യമായി തത്ത പറയും പോലെ റിബേഷ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് അത് പുറത്തേക്ക് വിട്ടില്ല, അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു. അതിന് തൊട്ട് പിന്നെയാണ് ഇന്നലെ പേരാമ്പ്രയിലെ ആവളത്ത് കാഫിർ സ്ക്രീൻഷോട്ട് 2.0 ലോഡിംഗ് എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഫാത്തിമ ദഹ്ലിയക്കെതിരെ വർഗീയ നുണപ്രചരണങ്ങളുമായിട്ട് CPMന്റെ ക്രിമിനൽ തെമ്മാടികൾ ഇറങ്ങി പുറപ്പെടുന്നത്. എന്ത് കാരണം കൊണ്ടാണോ ഷാഫിക്കെതിരെ അത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, അതേ കാരണം തന്നെയാണ് ഈ പറയുന്ന പേരാമ്പ്രയിലും. ഇവൻ ശൈലജ അന്ന് മുട്ടിടിച്ചതുപോലെ, ശൈലജ മുള്ളി എവിടെ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ മുട്ടിടിച്ചതുപോലെ ശൈലജയുടെ പകരം ഇന്നിപ്പോ പേരാമ്പ്രയിൽ ആരാ സ്ഥാനാർത്ഥി? പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ, നല്ല ഒന്നാന്തരം ക്രിമിനൽ സഖാവാണ്. ആ ക്രിമിനൽ സഖാവിന് പോലും മുട്ടിടിച്ച് തുടങ്ങിയിരിക്കുന്നു പേരാമ്പ്രയിൽ. അതാണ് ഇപ്പം നമ്മൾ കണ്ട ഈ വർഗീയ പ്രചരണങ്ങൾ. നിരന്തരമായിട്ട് വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർത്ത് ഒരു കയ്യിൽ SDPIയെയും ഒരു കയ്യിൽ RSSനെയും വെച്ച് നടന്ന് അതിലൂടെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാനുള്ള കുറുക്കൻ്റെ കൗശല ബുദ്ധി തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അവിടെയാണ് സഖാക്കൾക്ക് തെറ്റിയത്. പാഠം ഉൾക്കൊള്ളേണ്ടതായിരുന്നു ഇവർ. കാരണം വടകരയിൽ പയറ്റി പരാജയപ്പെട്ട അതേ കാട് നിങ്ങൾ പേരാമ്പ്രയിലും ഇറക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, അത്രമാത്രം വെപ്രാളമാണെന്നേ. വല്ലാത്തൊരു പരിഭ്രാന്തിയാ, എന്ത് ചെയ്യണമെന്നറിയില്ല, ചെയ്യുന്നതൊക്കെ അബദ്ധമായി പോവുക. കാരണം ഫാത്തിമ ദഹ്ലിയ ഷാഫി വന്നിറങ്ങിയ വടകരയിൽ വന്നിറങ്ങിയതുപോലെ പേരാമ്പ്രയുടെ മണ്ണിൽ ഫാത്തിമ ദഹ്ലിയ വന്നിറങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പേരാമ്പ്രക്കാരിൽ ഒരാളായി ഫാത്തിമ ദഹ്ലിയ മാറി എന്നുള്ളതാ. അതുകൊണ്ട് തന്നെയാണ് CPMന്റെയും അന്തംഗമ്യ അടിമകളുടെയും ക്രിമിനൽ തെമ്മാടികളുടെയും ഒക്കെ മുട്ടിടിച്ചു വിറക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ നുണപ്രചരണങ്ങളുമായി വരുന്നത്, അല്ലേ? ഇന്നലെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മാധ്യമങ്ങൾ CPMന്റെ നേതാക്കളോട് ചോദിച്ചപ്പോൾ വണ്ടി ഞങ്ങളുടേതാണ്, ഒരു ഞഞ്ഞാ പിഞ്ഞ വർത്താനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞാലും ശരി, പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, ഇനി ഈ പ്രചരണവുമായി നിങ്ങൾ മുന്നിട്ടിറങ്ങിയാലും ശരി, ഇത് കേരളമാണ്. ഈ സമൂഹത്തിന് ഒരു മാളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ഒരു തവണയല്ലേ പാമ്പ് കടിക്കുള്ളൂ, രണ്ടാമത് കടിക്കോ? ഒരു തവണ കടിച്ചു നമ്മളെ, രണ്ടാമത് കടിക്കാൻ ജനം അവസരം നൽകില്ല. അത് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്. കോട്ടകൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ഇടങ്ങൾ വിള്ളൽ വീണിരിക്കുന്നു, തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിപ്പോൾ പേരാമ്പ്രയിലാണെങ്കിലും ശരി, കുറ്റ്യാടിയിലാണെങ്കിലും ശരി, നാദാപുരത്ത്, എല്ലാ ഇടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഈ കോട്ടകൾ തീരുമാനിക്കേണ്ടത് ജനമാണ് എന്നുള്ളത് ഇവർ മറന്നുപോയി, സഖാക്കൾ മറന്നുപോയി. ആ മറവിക്കുള്ള മരുന്ന് എന്താണ്? നല്ല കരണം പുകച്ചുള്ള അടിയാണ്. ആ അടി ഈ വരുന്ന ഏപ്രിൽ 9 കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനം പിണറായി വിജയൻ്റെ അടക്കം മുഖത്ത് കൊടുക്കുമെന്നുള്ളതാണ്, അല്ലേ?
വിജയനൊക്കെ എത്ര ആളോടാ കടക്ക് പുറത്ത് മാറി നിൽക്കുക അങ്ങോട്ട്. അധികാര കസേരയുടെ പുറത്ത് അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ വിജയൻ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. വിജയൻ്റെ മുന്നിലേക്ക് മൈക്കും ക്യാമറയുമായി ചെന്ന മാധ്യമ പ്രവർത്തകർ, വിജയൻ്റെ അടുത്തേക്ക് മൊബൈലുമായി ചെന്ന യുവതികൾ ഫോട്ടോ എടുക്കാൻ, ഇവരൊക്കെ വിജയനൊപ്പം ഫോട്ടോ എടുക്കാനാണ് പോയത്, അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം. എന്ന് പറഞ്ഞാൽ എടോ വിജയ, ആ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ താനൊക്കെ വെറും ശവമാണ്. പിന്നെ ഒരുത്തനും മൈക്കും ക്യാമറയുമായി വരില്ല, പിന്നെ ഒരുത്തനും ഫോട്ടോ എടുക്കാൻ വരില്ല, പിന്നെ ഒരുത്തനും നിന്നെയൊന്നും വേണ്ടടോ. അപ്പോ ആ കസേരയുടെ അധികാരം ഒന്നുപയോഗിച്ച് സാധാരണക്കാരനെ ആട്ടിറക്കിയ വിജയനെ ഏപ്രിൽ 9 കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരളത്തിലെ ജനം ആട്ടിയിറക്കും ആ കസേരയിൽ നിന്ന്. ആ തിരിച്ചറിവ് സഖാക്കൾക്കുണ്ട്. ഇത് വിജയനെ മാത്രമല്ലല്ലോ, ഈ ഒരു കൂട്ടരെ ഒന്നടങ്കം മാട്ടിയിറക്കാൻ പോവുക. ആ വെപ്രാളം തന്നെയാണ് നമ്മളിപ്പോൾ പേരാമ്പ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് മെയ് 4 വൈകുന്നേരമാകുമ്പോൾ പേരാമ്പ്രയുടെ ഭൂരിപക്ഷം, ഫാത്തിമ ദഹ്ലിയയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക്. ആ ഫിഗർ എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ആ ഒരു ഫിഗർ അതെന്താണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയേണ്ടതുള്ളൂ, അല്ലേ? അന്ന് നമ്മൾ പേരാമ്പ്രയുടെ മണ്ണില്, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളില്, മുക്കിലും മൂലയിലും നമ്മളൊരു ആനന്ദ നൃത്തമാടാനുണ്ട്. അത് പിണറായി വിജയൻ്റെ മുഖത്ത് കാർക്കിത്തുപ്പിച്ചുകൊണ്ടുള്ള ആനന്ദ നൃത്തമാണ്, അല്ലേ? അത് നമ്മൾ ചെയ്യണം, ചെയ്തേ മതിയാകൂ. 10 വർഷക്കാലം കേരളത്തെ പിന്നോട്ടടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. കേരളത്തെ നശിപ്പിച്ച് നാറാണക്കല്ലടുപ്പിച്ച 10 വർഷം, ആ 10 വർഷമാണ് കടന്നു പോയത്. നക്കാൻ മാത്രം, നെയ്മീൻ നക്കാൻ വേണ്ടി മാത്രം ജീവിച്ച പിണറായി വിജയൻ, അല്ലേ? ചൂര ഇറങ്ങൂല, നെയ്മീൻ മാത്രമേ ഇറങ്ങുള്ളൂ. ഇപ്പോൾ അതന്നെ ആവശ്യം. കാരണം എന്താ, 1 കിലോ നെയ്മീൻ കിട്ടണമെങ്കിൽ, കിങ് ഫിഷ് അയക്കൂറ കിട്ടണമെങ്കിൽ 10,500 റുപ്യ വേണമെന്നേ 1 കിലോന്. ഇതാവുമ്പോൾ എന്താ, കസേര ഉണ്ടെങ്കിൽ നികുതി പണത്തിൽ നിന്ന് അങ്ങനെ എടുത്ത് നക്കാലോ, 1, 2, 3 എത്ര വേണമെങ്കിലും. വീട്ടിൽ പോയിരുന്നാൽ അങ്ങനെ നക്കാൻ പറ്റൂല. വീട്ടിൽ പോയിരുന്ന ആ നക്കലൊക്കെ അവിടെ നിൽക്കും. അത് തന്നെയാണ് ഭയം. മാത്രമല്ല, വീട്ടിൽ പോയിരുന്നാൽ ഇപ്പം ഉണ്ടാക്കി വെച്ചതിൽ നിന്നിങ്ങനെ ഇറക്കേണ്ടി വരും. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ പുറത്ത് വന്നത്? എന്താ പുറത്ത് വന്നത്? കോവിഡ് സമയത്ത് ജനത്തെ അടിച്ച് വീട്ടിലിരുത്തി 50 കോടി രൂപയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. ആരൊക്കെ? ഈ വടകരയിൽ തോറ്റ ശൈലജയും മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയനും കൂടിയിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അധികം അപകടകരമായ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും ഈ സഖാക്കൾ ചെയ്യും. പച്ച നുണകൾ, നട്ടാൽ കുരക്കാത്ത നുണകൾ, ആ നുണകൾ വിളിച്ചു പറയുക, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പിണറായി വിജയൻ ഡീലുണ്ടാക്കിയിരിക്കുന്ന 2 വിഭാഗം ആളുകൾ, ഒന്ന് RSS, മറ്റൊന്ന് SDPI. ഇത്രയും കാലം SDPIക്കാരൻ തീവ്രവാദിയായിരുന്നു, അവൻ രാജ്യദ്രോഹിയായിരുന്നു, അവൻ ദേശവിരുദ്ധനായിരുന്നു. ഇന്ന് അവനുമായിട്ട് സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. RSSകാരനും ഇതുപോലെ ഹിന്ദുത്വ അജണ്ടയുടെ രാജ്യത്തിൻ്റെ വർഗീയവാദികളായിരുന്നു അവരെയുമായിട്ടും സഖ്യം. എന്ന് പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യും. അതാണ് വിജയൻ. പണ്ട് കോരയെ അപ്പ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇന്നിപ്പോൾ ആരെയാണ് വിളിക്കുന്നത്? ഇന്ന് SDPIക്കാരനെ കണ്ട അപ്പൻ എന്നാണ് വിളിക്കുന്നത്. RSSകാരനുണ്ടാലേ അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. കാണുന്നവരൊക്കെ അപ്പനും അപ്പൂപ്പനുമായി മാറിയിരിക്കുകയാണ് പിണറായി വിജയന്. എന്നിട്ടും പോരാഞ്ഞിട്ട്, എന്നിട്ടും ആ ഉള്ളിലുള്ള ആ വെപ്രാളം ഉണ്ടല്ല, ആ ആശങ്ക, ആ ഒരു ബേജാറ് അതങ്ങോട്ട് ഒഴിവാകുന്നില്ല. SDPIക്കാരനെയും RSSകാരനെയും കണ്ട തമ്മാടികളെയൊക്കെ കൂടെ കൂട്ടിയിട്ടും ഇവരുടെ ആ വെപ്രാളം അങ്ങോട്ട് അവസാനിക്കുന്നില്ല. അപ്പോഴാണ് പച്ച നുണകളുമായിട്ട് ഇറങ്ങുന്നത്. പച്ച നുണകള്, നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞിട്ട് ജനത്തെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുക. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്?
ആ കസേരയിൽ ഇരിക്കണം. ഇനിയും ആ കസേരയിൽ ഇരിക്കണം. അതിനു വേണ്ടി മാത്രം. എന്തിനാ കസേരയിൽ ഇരിക്കുന്നേ? മക്കളെ രക്ഷിക്കണം, സ്വയം രക്ഷപ്പെടണം, നെയ്മീൻ നക്കണം, എന്നിട്ട് അത് തൂറിയിട്ട് അടിമകൾക്ക് തിന്നാൻ കൊടുക്കണം. ഇതൊക്കെയാണ് ഏർപ്പാട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വടകരയിൽ ചെയ്തതിന് ജനം കരണം നോക്കി പുകച്ചു. ഇപ്പൊ പേരാമ്പ്രയിൽ ചെയ്തതിനും ജനം എല്ലാത്തിനും പ്രതികരിക്കുന്നുണ്ട്. ജനം എല്ലാം കാണുന്നുണ്ട്. എല്ലാവരും പ്രതികരിക്കുന്നില്ല എന്നൊന്നും കരുതണ്ട കേട്ടോ. ജനം കാത്തിരിക്കുക. കാരണം അവർക്ക് പ്രതികരിക്കാനുള്ള സമയം വരികയാണെന്നേ. ഏപ്രിൽ 9 എന്ന് പറയുന്നത് അവരുടെ ദിവസമാണ് അല്ലേ? ആ ദിവസം ജനം വളരെ കൃത്യമായിട്ട് അവരുടെ അവകാശത്തെ വിനിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന യുവതിക്ക് നേരെ നടത്തുന്ന അസഭ്യവർഷങ്ങൾ, ഒരു ഭാഗത്ത് അസഭ്യവർഷങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ, സ്ലട്ട് ഷെയ്മിങ്ങുകൾ, മറുഭാഗത്ത് വർഗീയതയുടെ തീ കത്തിച്ചുകൊണ്ടുള്ള ഏർപ്പാട്. ഇരുതല മൂർച്ചയുള്ള വാളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, നമ്മൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ കേരളത്തിൽ പുറത്തെടുക്കാൻ മടിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളെയാണ് കേരളത്തിലെ CPM പുറത്തെടുക്കുന്നത്. ഇത് കുറേ കാലമായിട്ടുള്ളതാട്ടോ. നിങ്ങൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ടാകും. എന്താണ് CPM, എന്താണ് മാർക്സിസ്റ്റ് പാർട്ടി, എന്താണ് അവരുടെ വർഗീയത എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ കുറ്റ്യാടിയിലേക്ക് വാ, നിങ്ങൾ പേരാമ്പ്രയിലേക്ക് വാ, നിങ്ങൾ നാദാപുരത്തേക്ക് വാ, നിങ്ങൾ വേളത്തേക്ക്, ആവളത്തേക്ക്, കടിയങ്ങാട്ടേക്ക്, വില്യാപ്പള്ളിയിലേക്ക്, പാനൂരേക്ക്, തലശ്ശേരിയിലേക്ക്, കൂത്തുപറമ്പിലേക്ക് നിങ്ങളൊന്ന് വാ, പെരിങ്ങത്തൂരേക്ക്, കായക്കുടിയിലേക്ക്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നടത്തിയ CPM നടത്തിയ വർഗീയ കലാപങ്ങളുടെ 1000 ചരിത്രങ്ങൾ നാദാപുരത്തിൻ്റെ മണ്ണില്, വടകരയുടെ മണ്ണില്, കുറ്റ്യാടിയുടെ മണ്ണില്, പേരാമ്പ്രയുടെ മണ്ണില്. ഈ കളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിൽ CPM നടത്തുന്നതാ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും. നിങ്ങളൊന്ന് വരൂ, ഈ പറയുന്ന നാദാപുരത്ത്, കുറ്റ്യാടിയിൽ, വടകരയിൽ, അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ, ആയഞ്ചേരിയിൽ, കായക്കൊടിയിൽ നിങ്ങളൊന്ന് വന്നിട്ട് അവിടുത്തെ പ്രദേശങ്ങളിൽ നിങ്ങളൊന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും CPM നടത്തുന്ന വർഗീയ ധ്രുവീകരണം എത്രത്തോളമാണ് ആ പ്രദേശങ്ങളിൽ എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബാക്കി പത്രമാണ് നമ്മൾ പേരാമ്പ്രയിൽ കണ്ടിരിക്കുന്നത്.